മോദി മന്ത്രിസഭയിലെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. ആഭ്യന്തര പ്രതിരോധ വകുപ്പുകളിൽ മാറ്റമില്ല. സുപ്രധാന വകുപ്പുകളിൽ തുടർച്ചയെന്ന് മോദി. സുരേഷ് ഗോപിക്ക് പെട്രോളിയം, ടൂറിസം വകുപ്പുകൾ നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത് ഷായും ധനകാര്യമന്ത്രിയായി നിർമ്മല സീതാരാമനും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരിയും വിദേശകാര്യം എസ് ജയശങ്കറും തുടരും. ആരോഗ്യമന്ത്രിയായി JP നദ്ദ സ്ഥാനമേൽക്കും. ഊർജ നഗരവികസന വകുപ്പ് മനോഹർലാൽ ഖട്ടറിനാണ്. കൃഷി ഗ്രാമവികസന വകുപ്പ് ശിവരാജ് സിംഗ് ചൌഹാനാണ്. പീയൂഷ് ഗോയലിനാണ് വാണിജ്യ വകുപ്പ്. സുരേഷ് ഗോപിക്കാണ് പെട്രോളിയം, ടൂറിസം, പ്രകൃതിവാതകം സഹമന്ത്രി സ്ഥാനം. പെട്രോളിയം വകുപ്പ് ഹർദീപ് പുരി, റെയിൽവേ വാർത്താവിതരണം അശ്വിനി വൈഷ്ണവ്, പരിസ്ഥിതി ഭൂപേന്ദ്ര യാദവ്, ഭക്ഷ്യവകുപ്പ് ചിരാഗ് പാസ്വാൻ, ടെലികോം ജ്യോതിരാദിത്യ സിന്ധ്യ, വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാൻ, വ്യോമയാനം റാംമോഹൻ നായിഡു, തുറമുഖം സർബാനന്ദ സോനോവാൾ, വനിതാ ശിശുക്ഷേമം അന്നപൂർണ ദേവി, തൊഴിൽ വകുപ്പ് മനസുഖ് മാണ്ഡവ്യ, ജലവിഭവ വകുപ്പ് CR പാട്ടീൽ എന്നിങ്ങനെയാണ്. കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യൻ 3 വകുപ്പുകളിൽ സഹമന്ത്രിയാകും. ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണം എന്നിവയുടെ ചുമതലയാണ് ജോർജ് കുര്യന്. ഗതാഗത വകുപ്പിൽ 2 സഹമന്ത്രിമാരുണ്ടാകും. അജയ് ടംടയും ഹർഷ മൽഹോത്രയും.